നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ബീഫ് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയാലേ നല്ല സാധനം കിട്ടുള്ളൂ. അങ്ങനെ ഒരു 6:30 മണിയോടുകൂടി പന്തളം സെൻറ്ററിലെ ഹലാൽ ബീഫ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. 3 കിലോ ബീഫും വാങ്ങി നേരെ വീട്ടിൽ പോയി കഴുകി വൃത്തിയാക്കി ഒരു ഉരുളിയിലേക്ക് ഇട്ട് ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുക. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇനി പൊടികളുടെ വരവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇവയുടെ എല്ലാം കണക്ക് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മല്ലിപ്പൊടി 3 സ്പൂണും മുളക് പൊടി 2 സ്പൂണും മഞ്ഞൾപ്പൊടി 1 സ്പൂണുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗരം മസാലയും കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അല്പവും വെളിച്ചെണ്ണയും ഒഴിച്ച് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇത് കൈകൊണ്ട് നന്നായി തിരുമ്മി ചേർക്കണം. ഈ ഒരു പാർട്ട് എപ്പോഴും ചെയ്യാറുള്ള വീട്ടിൽ ജോലി ചെയ്യുന്ന രമണി ചേച്ചിയാണ്. ആൾ നന്നായി അത് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ചേർക്കും. ഇനി ഇതിനെ നമ്മൾ നേരെ കൊണ്ടുപോയി വയ്ക്കുന്നത് വിറകടുപ്പിലേക്കാണ്. അവിടെ ഇരുന്ന് ഈ സാധനം സ്ലോലി ഇങ്ങനെ കുക്കായി വരണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അവസാനം നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് കിട്ടും.